ഈ വർഷത്തെ ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഭാഗമായി തീർത്ഥാടകർക്ക് എല്ലാ സൗകര്യവും ഉറപ്പാക്കുന്ന രൂപത്തിൽ കാലേക്കൂട്ടി തന്നെ ക്രമീകരണങ്ങൾക്ക് ഞങ്ങൾ തുടക്കം കുറിച്ചിരുന്നു. ജൂലൈ മാസത്തിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ സമാരംഭിച്ചു. അതിൻ്റെ ഫലമായി ഇപ്പം നാളെ നട തുറക്കുമ്പോഴേക്ക് സഞ്ചാരയോഗ്യമായ പാത എല്ലാ ഭാഗത്തും ഉറപ്പാക്കിയിട്ടുണ്ട്. 2 പാർക്കിങ്ങിന് നിലയ്ക്കൽ 2000-ൽ പരം വാഹനങ്ങൾ കൂടി കൂടുതൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി. 3 എരുമേലിയിൽ ഭവന നിർമ്മാണ ബോർഡിൻ്റെ 6 ഏക്കർ സ്ഥലം കൂടി കിട്ടി അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി. ഇന്നലെ അത് ഉദ്ഘാടനം ചെയ്തു. മറ്റൊന്ന്, പമ്പയിൽ വരെ ചെറു വാഹനങ്ങൾക്ക് പോകാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മിനിങ്ങാന്നൊരു ഉത്തരവിലൂടെ അനുമതി തന്നു. KSRTC ലോങ് ട്രിപ്പെല്ലാം കൃത്യമായി പമ്പയിൽ വരെ പോകാനുള്ള സൗകര്യം ഉറപ്പാക്കി. ഇങ്ങനെ കാനനപാതയിൽ കൂടി കടന്നു വരുന്നവർക്ക് 132 കേന്ദ്രങ്ങളിൽ ഇരിപ്പിടങ്ങളും അതോടൊപ്പം തന്നെ അവർക്ക് ലഘുഭക്ഷണവും വെള്ളവും എല്ലാം കൊടുക്കാനുള്ള സൗകര്യം ഉറപ്പാക്കിയിട്ടുണ്ട്. 13,500ഓളം പോലീസുകാരെ വിന്യസിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ്, ഫോറസ്റ്റ്, ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ വളണ്ടിയേഴ്സ് പ്രത്യേകമായി വന്നു കഴിഞ്ഞു. ഇതും കൂടാതെ നമുക്ക് ശബരിമലയിൽ വന്നു പോകുന്ന മുഴുവൻ ഭക്തർക്കും ആദ്യമായി ഇൻഷുറൻസിൻ്റെ പരിരക്ഷ ഉറപ്പാക്കി. മുമ്പൊരു കാലഘട്ടത്തിൽ അതുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ 5 ലക്ഷം രൂപ വരെയുള്ളത്, അതിൻ്റെ മുഴുവൻ പ്രീമിയവും ദേവസ്വം ബോർഡ് അടയ്ക്കും. ഇത് കൂടാതെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് KSRTCയുടെ ആയിരുന്നാലും ചെറുവാഹനങ്ങളുടെ ആയിരുന്നാലും പമ്പയിലേക്കുള്ള പ്രയാണങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കോടതി ഒരു കാര്യം കൂടി പറഞ്ഞു, ചെറുവാഹനങ്ങൾ പോകുന്നതിൻ്റെ ക്രൗഡ് കൂടി വന്നാൽ ഏത് സമയത്തും പോലീസിന് നിയന്ത്രിക്കാനുള്ള അധികാരവും കൂടെ വിട്ടുകൊടുത്തിട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇക്കാര്യത്തിൽ അനുമതി തന്നിട്ടുള്ളത്. അത് കൃത്യമായി പാലിക്കും. അല്ല, ഇത് തീർന്നിട്ട് നമുക്ക് ശബരിമല കഴിച്ചിട്ട് കാര്യങ്ങൾക്ക് പോവാം. അപ്പോൾ ഈ പ്രശ്നത്തിൽ ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും ചേർന്ന് ശബരിമല തീർത്ഥാടനം കുറ്റമറ്റതാക്കി അവിടെ എത്തിച്ചേർന്ന ഒരു ഭക്തനും ദർശനമില്ലാതെ തിരികെ പോരേണ്ട അവസ്ഥ ഉണ്ടാവാത്ത സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. ഏതാണ്ട് 70,000-ൽ പരം വെർച്വൽ ക്യൂ ഉറപ്പാക്കിയിട്ടുണ്ട്. താൽക്കാലികമായുള്ള സംവിധാനങ്ങളും 10,000-ഓളം ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആരും തിരികെ പോരേണ്ടി വരില്ല, എല്ലാവർക്കും ദർശനം ഉറപ്പാക്കിയിരിക്കും. അവിടെ എത്തുന്ന വിരിവെക്കാനുള്ള സൗകര്യം പമ്പയിൽ തന്നെ 8,000-ഓളം ആളുകൾക്ക് വിരിവെക്കാനുള്ള ജർമ്മൻ പന്തൽ ഇന്നലെ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കും. പിന്നെ വെയിൽ കൊള്ളാതെ മഴ തന്നെയായി നിൽക്കാനുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. മരക്കൂട്ടത്തിൽ 1,000-ഓളം പേർക്ക് സ്റ്റീൽ കസേര ഇരിക്കാനുള്ള സൗകര്യം ഉറപ്പാക്കിയിട്ടുണ്ട്. പിന്നെ വൈദ്യസഹായം സന്നിധാനത്തിൽ, പമ്പയിൽ, നിലയ്ക്കലിൽ, എരുമേനിയിൽ, പത്തനംതിട്ട ജലാശുപത്രി, കോട്ടയം മെഡിക്കൽ കോളേജ് ഇതെല്ലാം സൗകര്യപ്പെടുത്തിയിരിക്കും. അതുപോലെ ഈ രംഗത്ത് എല്ലാ നിലയിലും വിശുദ്ധി എന്ന് പറയുന്ന ഒരു സംഘടന നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും മറ്റ് ശുചീകരണ പ്രവർത്തനങ്ങളും ഒക്കെ മുന്നോട്ട് വരാനുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിരിക്കും. അങ്ങനെ എല്ലാ നിലയിലും ഈ വർഷത്തെ തീർത്ഥാടനം ഏറ്റവും സുഖമായി കൊണ്ടുപോകുന്നതിന് വേണ്ടി കാലേക്കൂട്ടി ഞങ്ങൾ കേന്ദ്രീകരിച്ച് 6ഓളം മീറ്റിങ്ങുകളും എല്ലാ ഇടത്താവളങ്ങളിലെ മീറ്റിങ്ങും ഞങ്ങളിവിടെ പോയി നേരിട്ട് ബന്ധപ്പെട്ട് കൂടി എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. നാളെ വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. അതോടുകൂടി തീർത്ഥാടനം ആരംഭിക്കും. സുഖമായി മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾ ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും ചേർന്ന് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതാണ് സാഹചര്യം. ശബരിമലയായി ബന്ധപ്പെട്ട വിഷയം സൂചിപ്പിക്കാം. അയ്യപ്പ സേവാ സംഘം എല്ലാ കാലഘട്ടത്തിലും സഹകരിക്കുന്ന പോലെ അവർ ഈ പ്രാവശ്യവും സഹകരിക്കുന്നുണ്ട്. അവരുടെ 3,500 ആളുകൾക്ക് അക്കോമഡേഷനുള്ള കെട്ടിടം കൂടി നമുക്ക് ദേവസ്വം ബോർഡിന് വിട്ടു തന്നു. അതൊരു വലിയ സഹായമാണ്. അപ്പോൾ ആ രൂപത്തിൽ അയ്യപ്പ സേവാ സംഘവും നന്നായി സഹായിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ. അതിനെല്ലാം ഒരു ക്രമീകരണം ഏകീകൃത രൂപം ഉണ്ടാക്കി കഴിഞ്ഞു. അതിന് RDOയുടെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ ഉദ്യോഗസ്ഥന്മാരെ വിന്യസിച്ച് എല്ലാത്തിനും ഒരു ഏകീകൃത ഫീസ് സമ്പ്രദായം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊന്നും മാറ്റമില്ലാതെ
ഒരു ഭക്തനെ പോലും കൊള്ള ചെയ്യാനുള്ള അവസരം ഉണ്ടാവരുത് എന്നൊരു വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ശ്രീ ഉപതെരഞ്ഞെടുപ്പ് ദിവസത്തെ ആത്മകഥാ വിവാദം അത് CPM-നെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടോ? ഒരു പ്രതിരോധവും അത് ആരെക്കുറിച്ചാണോ ആത്മകഥ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു ആത്മകഥ ആരെയും പ്രകാശനം ചെയ്യാൻ ഏൽപ്പിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ എഴുതി കൊടുത്തിട്ടില്ല, അത് പ്രകാശനം ചെയ്യാൻ എഴുതിക്കൊണ്ടേയിരിക്കുന്നുള്ളൂ. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പ്രശ്നം തീർന്നില്ലേ? അതോടുകൂടി ആ വിഷയത്തിൻ്റെ ഗ്യാസ് പോയില്ലേ? അപ്പോൾ ഇത് കൊണ്ടുവന്ന ആസൂത്രിതമായിട്ട് രാഷ്ട്രീയ നീക്കമായിരുന്നു എന്ന അദ്ദേഹത്തിൻ്റെ ആക്ഷേപമെന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അദ്ദേഹം DGPക്ക് പരാതിയും കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ ഇല്ലാത്ത കൊച്ചിൻ്റെ ജാതകം വായിക്കേണ്ട കാര്യമല്ലോ. പുറക്കാത്ത കൊച്ചു ഇല്ല. DC ബുക്സ് പറഞ്ഞത് അവരും ഇക്കാര്യത്തിൽ അപ്പോളജി അല്ലേ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്ക് പശുപറ്റി, ഞങ്ങളതിൻ്റെ പ്രകാശനം ഈ കാര്യത്തിൽ നീട്ടിവെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അവർ പിന്നെ കൊടുത്തത്. ഇല്ല, ഈ കാര്യത്തിൽ EP ജയരാജന്റെ വിശദീകരണം വന്നതോടുകൂടി ആ വിഷയത്തിന്റെ എല്ലാ മുനയും ഒടിഞ്ഞിരിക്കുന്നു, അദ്ദേഹം കേസും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആ പ്രശ്നത്തെക്കുറിച്ച് ഒരു ചർച്ചയുടെ പ്രശ്നമേ ഇല്ല. ഇതോ ഒരു സ്ഥലത്തിലുള്ള വിശദീകരണം ഒരു സ്ഥലത്തുനിന്ന് ചോദിച്ചായിട്ട് എനിക്കറിയില്ല. ഒരു സ്ഥലത്തിലും ഇപ്പം EP ജയരാജന്റെ വിശദീകരണം അല്ല അതിനകത്ത് ഏറ്റവും പ്രധാനം, അത് വന്നു കഴിഞ്ഞു. ഓക്കെ.